ഉം. ഇതോടെ ആ ഇരിക്കൂ. സാറേ നമസ്കാരം. നമസ്കാരം. ആ എന്താ? ഞാനേ ആ ഇവന്റെ SSLC ബുക്കിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്തേ? SSLC ബുക്ക് ഇപ്പൊ കാണാനില്ല. എന്താ കാണാത്ത? എന്താ കണ്ണിന് എന്താ കുഴപ്പം? അതല്ല സാർ, നഷ്ടപ്പെട്ടു പോയി. കളഞ്ഞു പോവേ? ആ, SLC ബുക്കോ? അത് കളഞ്ഞു പോയി. ഇപ്പൊ അങ്ങനെ പുസ്തകമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യണത്? അപ്പൊ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിട്ടേ ഒരൊറ്റ ഒന്നും കൂടി തന്ന എന്താണ് ഡ്യൂപ്ലിക്കേറ്റ്? സാർ ഒറിജിനൽ തരും. സാറേ ഒരു ഒറിജിനൽ തന്നാ മതി. SSLC ബുക്കോ? ഓ എന്താ നിങ്ങളൊക്കെ വിചാരിക്കണത്? SSLC ബുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം അങ്ങോട്ട് എടുത്തു തരാനായിട്ട് ഞാനിത് വീട്ടിൽ നിന്ന് അച്ചടിച്ച് കൊണ്ടുവരുന്നതല്ല. ഇത് ഗവൺമെന്റ് തരണതാണ്. അത് ഇയാളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അത് അതെ സാറേ, അതിപ്പോ കളഞ്ഞു പോയില്ലേ? സാർ പുതിയൊന്ന് അപേക്ഷിക്കാൻ വേണ്ടി. എന്നാ അങ്ങനെ പറയൂ. അപ്പോഴല്ലേ അതിന് കറക്റ്റ് മറുപടി പറയാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു പത്രപരസ്യം കൊടുക്കുക. അയ്യോ സാറേ, ഇതിപ്പോ ആദ്യം ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമ്മള് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് നിയമപരമായിട്ട് ഒരു തവണ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് തരുമ്പോഴല്ലേ. അത് കഴിഞ്ഞത് നഷ്ടപ്പെട്ടവര് ചെയ്യേണ്ട കാര്യം ഇപ്പൊ പറയണത്. അത് പോയാലേ അത് പോയാൽ അത് നിങ്ങൾ പത്രപരസ്യം കൊടുത്തിട്ട് ഒരു വക്കീലിനെ കണ്ടിട്ട് അതിന്റെ നിയമകാര്യങ്ങൾ അറിയാം. വക്കീലിനെ കാണുന്നതിനാണ്? അല്ല, ഇവൻ വേറെ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് ഇവൻ കുറ്റം ചെയ്യുമ്പോൾ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളുടെ നിയമകാര്യങ്ങളൊക്കെ അറിയാനും അവരെ സമീപിക്കാം. എന്നാലും വക്കീലും കോടതി എന്നൊക്കെ പറയുമ്പോ അതങ്ങനെ പറയുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരൊക്കെ തന്നെ വേണം. പത്രത്തിൽ ഈ പരസ്യം കൊടുക്കുമ്പോ നമ്മള് ഫോട്ടോ കൊടുക്കണോ? അത് ഇവനെ കാണാണ്ടാവുമ്പോ കൊടുത്താൽ മതി. കാണാനില്ല എന്ന് എഴുതിയിട്ടേ. ഇതിനിപ്പോ ഫോട്ടോ ഒന്നും വേണ്ട. കൊടുക്കണ്ട അല്ലേ? അപ്പൊ അത് എങ്ങനെ കൊടുക്കണം സാറേ? അതിപ്പോ ഈ അതിന്റെ എഴുതാനൊന്നും ഇപ്പൊ എനിക്കത് അത്ര അതിപ്പോ അതിന്റെ ഏജൻസികളോട് പറഞ്ഞാൽ അവർ പറഞ്ഞുതരും. അത് വേറൊന്നുമില്ല. ഇങ്ങനെ SSLC ബുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് ആരുടെയെങ്കിലും കൈവശം കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരികെ തരാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് അറിയും. ആ ഏജൻസികൾ അതിന്റെ ഒരു കറക്റ്റ് മാറ്റർ പറയും. എൽമാഷ് പറഞ്ഞ മനസ്സിലായടാ? മനസ്സിലായോ? അല്ലാണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കറിയില്ല കണ്ണും തുറച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ മാതിരി ആളുകളോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അത് നീ ഇവിടുന്ന് പോകുമ്പോഴേ അവിടെ ഓഫീസിൽ കയറിയിട്ട് അവിടുന്ന് ഇതിന്റെ ഏത് വർഷമാണ്, ഏത് ഇയറിലാണ് എന്നുള്ളതും നിന്റെ രജിസ്ട്രേഷൻ നമ്പറും അതൊക്കെ മേടിച്ചിട്ട് പോയിക്കോ കേട്ടോ. അപ്പൊ ശരി സാറേ, ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി ചോദിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഫോർമാലിറ്റി തന്നാ പറ്റുമോ? അച്ഛങ്ങോട്ട് വന്നേ. എന്തേ? ഈ ജാതി കുടുംബങ്ങളിൽ നിന്നാണ് കുട്ടികൾ വരണത്. പിന്നെ അവറ്റകൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ BA BSc സർട്ടിഫിക്കറ്റ് ആണ് കളവ് പോയെങ്കിൽ നമുക്കത് രണ്ടാമതുണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ SSLC ബുക്ക് നഷ്ടപ്പെട്ടാൽ അത് രണ്ടാമതുണ്ടാക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കാണ്ട്. ആദ്യം നമ്മൾ ഒരു നല്ല പത്രത്തിൽ, ഒരു പ്രശസ്തമായ പത്രത്തിലെ ഒരു പരസ്യം കൊടുക്കണം. ഇതന്നെ അഡ്മാഷൻ പറഞ്ഞു. അതാണ് അതിൻ്റെ ആദ്യത്തെ വഴി. ഈ പരസ്യം കൊടുത്തൊരു 15 ദിവസം നമ്മൾ കാക്കണം. എന്തിനാ അത്? ഈ പരസ്യം കണ്ടിട്ട് ഇനി അത് എവിടെയെങ്കിലും കളവ് പോയിട്ട് വല്ലവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചേൽപ്പിച്ചാലോ എന്നുള്ളൊരു വെയിറ്റിംഗ്. അത് കഴിഞ്ഞാൽ നമ്മളൊരു മുദ്ര പേപ്പർ മേടിക്കണം. എന്നിട്ട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിനെ കൊണ്ട് അഫിഡവിറ്റ് മേടിക്കണം. എന്ത് അഫിഡവിറ്റ്? അതായത് സത്യവാങ്മൂലം. അപ്പൊ എന്റെ ചെക്ക് കോടതി കയറേണ്ടി വരുമോ സാറേ? എന്തിന്? അതിനല്ലേ ഞാന്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങള് ഒരു 9,000 ഉറുപ്പ്യ എന്റെ കയ്യിൽ തന്നാ മതി. അപ്പൊ പിന്നെ ഞാൻ നാളെ തന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കും, മുദ്ര പേപ്പർ മേടിക്കും, മജിസ്ട്രേറ്റിനെ കൊണ്ട് ഒപ്പിടിക്കും. അങ്ങനെ എല്ലാ പരിപാടിയും ഞാൻ ചെയ്തിട്ട് 1 മാസത്തിന്റെ ഉള്ളിൽ പുതിയ SLC ബുക്ക് കയ്യിൽ അങ്ങോട്ട് തരും. അതെ. അപ്പൊ ഇനി ഒന്നും ആലോചിക്കാനില്ല. കാരണം എന്താ, ഈ പ്രായത്തിലൊക്കെ SLC ബുക്ക് നഷ്ടപ്പെട്ടാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ റിസ്ക് എടുത്ത് മോന്റെ ഒരു ഒറ്റ കാര്യമായിരുന്നു ഇവിടെ ഒപ്പിട്ടു. ഞങ്ങളിപ്പോ ഈ വർക്ക്ഷോപ്പിലെ വെൽഡിങ്ങിന്റെ ഒരു ഇതാണ് ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കണത്. അല്ല, ഇനിയിപ്പോ ഏതായാലും ഇതിനൊക്കെ വിദ്യാഭ്യാസം അനിവാര്യമാണ്. SLC ബുക്ക് അത് പോയ കഴിഞ്ഞില്ലേ, മോൻ ഇവിടെ ഒപ്പിട്ടോ, ഞാൻ റെഡിയാക്കി തരാം. ഒപ്പിടാ. അച്ഛൻ ഒന്നും കൂടെ വന്നേ. എന്താ നിനക്ക് ഒപ്പിടാനും അറിയില്ലേ? അല്ല, ഒറ്റ മിനിറ്റ് ഒന്ന് അച്ഛൻ ഒന്നും കൂടെ വന്നേ. ഒരു മിനിറ്റ്. തീരുമാനിച്ചു. എന്തേ? അത് തട്ടിപ്പാ. ഈ പൈസ ഒന്നും ആവില്ല ഇതിന്. നമുക്ക് എന്തായാലും പരീക്ഷാഭവനിൽ പോയിട്ട് കാര്യം തിരക്കാം. അതാ നല്ലത്. അപ്പൊ തട്ടിപ്പാന്ന് എന്തായി, തീരുമാനമായോ? അതെ, ഞങ്ങള് ഒന്ന് പോയിട്ടൊന്ന് തീരുമാനിച്ചിട്ട് വരാം. അല്ല, അങ്ങനെ
എന്താ തീരുമാനിക്കാൻ? അല്ല ഞങ്ങളെ അല്ല എന്താ ഇതിപ്പോ 9 എന്ന് ഞാൻ പറഞ്ഞു എന്നല്ലോ കേട്ടോ. 9 ഒന്നും വരില്ല, ചിലപ്പോ ഒരു 6 റുപ്യക്ക് ഒതുങ്ങാവും. ഞാനിങ്ങനെ എന്താ അവര് പറയാന്ന് പറഞ്ഞിട്ട് 6 റുപ്യക്ക് മതിയാവും, ഒപ്പിട്ടോളൂ. അത് വേണ്ടല്ലോ, ഞങ്ങൾ ഒന്ന് പോയിട്ട് വരാം. അല്ല വേറെ വക്കീലിനെ കണ്ട ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ ചാർജ്. ഞാൻ ഈ കൊച്ചിന്റെ ഭാവി ആലോചിച്ചിട്ടാ. ശരിയാ എന്നാ ഒപ്പിട്ടോ. വേണ്ട അതെ ശരിയാ തോന്നുന്നു. അല്ല അതെ 6-7 മാസമായിട്ടൊരു കേസ് വന്നതാ, അതും പോയി. ഇത് ശരിയാവില്ല. ആഹാ, അല്ല അപ്പൊ മൊത്തം ശമ്പളത്തിന്റെ 82% DA, പിന്നെ HRI ആണോ? ആഹാ, അപ്പൊ നമ്മൾ ഈ കോർപ്പറേഷൻ പരിധിയിൽ ആയതുകൊണ്ട് അത് നടക്കൂല, അത് ശരിയാവൂല അല്ലേ? ആഹാ, അല്ല അപ്പൊ ഈ കേന്ദ്ര ശമ്പള പരിഷ്കാരം വന്നാലോ? അത്രയ്ക്ക് ഉണ്ടാവുമോ? അത് ശരി. അപ്പൊ കേന്ദ്ര പാരിറ്റി അത് നോക്കണ്ടല്ലേ? ആയിക്കോട്ടെ, ഞാനത് അറിയാൻ വേണ്ടി വിളിച്ചാ. എന്തേലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എന്നാല് അവിടെ ഓഫീസിൽ നല്ല തിരക്കാ, വെച്ചോളി. എന്നാൽ സുബേഷേ, ഇവിടെ വരി. സമയത്രേ വാച്ചില്? സമയം 3:30. എൻ്റെ ചിട്ടകളൊക്കെ മറന്നു നിങ്ങൾ? 3:30 മണിക്കിൻ്റെ മേശപ്പുറത്ത് ചായ എത്തണ്ടല്ലേ? എന്നിട്ടേടെ ഞാനത് മറന്നുപോയി. എന്നാ ചെല്ലി. പിന്നെ മധുരമുള്ളത് വേണ്ട. അതെന്താ? ഞാൻ ഇന്നലെ ഷുഗർ ടെസ്റ്റ് ചെയ്യപ്പോൾ ഷുഗർ ഉണ്ട്. അയ്യോ, 140. അപ്പം മധുരം കുത്തി കലക്കിയത് വേണ്ട. എനിക്ക് ഷുഗർ ഇല്ലേ? നിങ്ങൾ കഴിച്ചോളി, മധുരം കുത്തി കലക്കി. നിങ്ങൾ ചെറുപ്പക്കാരനാണല്ലോ. പിന്നെ പലഹാരത്തിൽ എണ്ണ പലഹാരങ്ങളൊന്നും വേണ്ട, കൊളസ്ട്രോളും കിട്ടിക്കണം. അപ്പോൾ എണ്ണ പലഹാരം അല്ലാത്ത എന്തെങ്കിലും സാധനം മേടിച്ചോണ്ട്. നേന്ത്രപ്പഴം മതി, പുഴുങ്ങിയത്. ഞാൻ ചെല്ലി. സാറേ നമസ്കാരം. നമസ്കാരം. അതെ, എന്താന്നറിയോ? പറഞ്ഞു കൊടുക്കടാ. SLC ബുക്ക് നഷ്ടപ്പെട്ടെ, അപ്പൊ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാൻ വന്നതാ. തരക്കുന്നൊരു തന്നാലുണ്ട്. എന്തിനാടാ ഡ്യൂപ്ലിക്കേറ്റ്? സ്കൂളിൽ നമ്മൾ പറഞ്ഞില്ലേ ഈ ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട സാറേ, ഒറിജിനൽ മതി. നീ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇവനെ ചേർക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ ഒറിജിനൽ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ ഒറിജിനൽ നടക്കണ്ടേ? അപേക്ഷ നമ്പർ എടുക്കി കൊടുക്കേ. അപേക്ഷ നമ്പർ ഇല്ലേ? ഇല്ലെങ്കിൽ അത് അയച്ച തീയതി ഓർമ്മ ഉണ്ട്, അതുപോലെ കൊണ്ടാ അയച്ച തീയതി പറഞ്ഞു കൊടുക്കണ ചക്ക. നമ്മൾ അപേക്ഷിച്ചില്ലല്ലോ, അതിനല്ല ഇപ്പൊ വന്നേ. അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കില്ല. എന്നിട്ട് അച്ഛനും മോനും കൂടി നാടകം കളിക്കുന്നത്. അല്ല അത് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അത് അറിഞ്ഞിട്ട് വേണം ഇവനെ മറ്റേ ഈ വെൽഡിങ്ങിന് കൊണ്ടുപോയി ചേർക്കാനേ. ഇവിടെ ഒരു അപേക്ഷ ഉണ്ട്. ആ അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഈ ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടെന്ന്, ഒറിജിനൽ മതി. ആയിക്കോട്ടെ, നിങ്ങൾ അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കുക ആദ്യോ. അപ്പൊ അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്താൽ കിട്ടുമോ? കിട്ടൂ. ഇത്ര പണിയുള്ളൂ. സാറേ ഇവന്റെ സ്കൂളിൽ പോയി ആദ്യം ഹെഡ്മാഷ് പറയാണ് പിന്നെ പത്രത്തില് പരസ്യം കൊടുക്കണം, പിന്നെ വക്കീലിനെ കാണണം. വക്കീലിനെ ചെന്ന് കണ്ടപ്പോൾ അയാൾ പറയണം മജിസ്ട്രേറ്റിനെ കാണണം. എന്താണ് കഥ? നിങ്ങളെ അപേക്ഷാ ഫോം വാങ്ങിയിട്ടേ അതൊന്ന് ശരിയായിട്ട് വായിച്ചു നോക്കുക. അതിൻ്റെ അകത്തുണ്ട് മുഴുവൻ കാര്യങ്ങളും. എന്ത് ഈ ഇപ്പൊ മറ്റേ പത്രത്തിൽ പരസ്യം അതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് പോയിട്ട് ചെലാൻ എടുക്കണം. ചെലാൻ എടുത്തിട്ട് 020201102. അപ്പോ ഈ നമ്പറിൽ വിളിച്ചാല് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ആരും കിട്ടൂല. ആ നമ്പറിലാണ് ചെലാൻ അടയ്ക്കേണ്ടത്. എടാ ഈ അല്ല സാറ് പറഞ്ഞ നടക്ക് വല്ലതും മനസ്സിലായടാ? ഓനൊന്നും മനസ്സിലായില്ല. ഓന്റെ മോന്തായം കണ്ടറിയാ. മോനെ ഈ നമ്പറിലേക്ക് ചെലാൻ അടയ്ക്കണമെന്നാണ് മാമൻ പറഞ്ഞേ. പുടിയിട്ടിയോ? അച്ഛാ ഞാൻ ഒരു കാര്യം പറഞ്ഞ അച്ഛൻ വഴക്കു അറിയോ? വഴക്ക് പറഞ്ഞ നേരെ കൂടാ, വഴക്ക് പറഞ്ഞ നേരെ പോകും. അച്ഛന്റെ കാലത്തൊക്കെ ഉള്ള SLC ബുക്കിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടായിരുന്നു. ഈ കണ്ട പണിയൊക്കെ എടുത്തിട്ട് ഈ SLC ബുക്ക് കൊണ്ട് ഞാൻ എന്തായാലും നന്നാവാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നാളെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് പോയിട്ട് ഞാൻ വെൽഡിങ്ങിന്റെ പണി പഠിച്ചോളാം. അച്ഛനിപ്പോ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. നാളെ തന്നെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയിട്ട് വെൽഡിങ് പഠിക്കാൻ ചേരാം. അതന്നെയാ നല്ലത്. നീ എന്നടാ അച്ഛൻ്റെ മോൻ. അതെ, ഇങ്ങനെ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കല്. SLC ബുക്കിന് ഒരു വിലയില്ല, വിദ്യാഭ്യാസത്തിന് ഒരു വിലയില്ല എന്നാ മനസ്സിലാക്കല്. SLC ബുക്കിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള വില ഉണ്ട്, അറിയോ? ശരി ശരി. അതെ, ഒരു 5000 രൂപ തരികയാണെങ്കിൽ ഒറിജിനൽ SLC ബുക്ക് നമ്മൾ തരും. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.